ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സൺഡേ ഡ്രൈവാണ്. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കാട് എന്ന പേരുള്ളൊരു റിസോർട്ടും എയർപോർട്ടിലെ ഒരു വ്യൂ പോയിൻറ്റും പിന്നെ എപ്പോഴത്തെയും പോലെ ഫുഡിങ്ങും. തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ഹൈവേയിലൂടെയുള്ള യാത്ര അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. തീരെ തിക്കും തിരക്കില്ലാതെ സമാധാനത്തോടെ കാഴ്ചകളൊക്കെ കണ്ട് ഡ്രൈവിംഗ് ആസ്വദിച്ച് നമുക്ക് ശരിക്കും പോകാൻ പറ്റിയ ഹൈവേ ആണ്. പാലക്കാട്ട് നിന്ന് കൊച്ചി വരെ പോകുന്ന നാഷണൽ ഹൈവേ. പെരുമ്പാവൂർ വഴി പോകുമ്പോൾ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാഴ്ച കണ്ടു. ശ്രീലങ്കൻ ഓണററി കൗൺസിലിൻ്റെ റെസിഡൻസ് ആണിത്. ശ്രീലങ്കൻ ഫ്ലാഗൊക്കെ പതിച്ച ഒരു ഗംഭീര വീട്, ഒരു ഡിപ്ലോമാറ്റിൻ്റെ വീടാണെന്ന് പറയാൻ പറ്റിയ രൂപമാണ് ഈ കൺസ്ട്രക്ഷനുള്ളത്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പെരുമ്പാവൂരിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് സ്ഥിരം കാണുന്ന ആ തിക്കും തിരക്കൊന്നും പെരുമ്പാവൂർ റോഡിലില്ല. പെരുമ്പാവൂരിൽ നിന്നും ഡീവിയേഷൻ എടുത്തിട്ട് നമ്മൾ ചൂരത്തോട് വെങ്ങൂർ എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. എറണാകുളം ജില്ലയിൽ തീരെ പൊല്യൂഷൻ ഇല്ലാതെ ഗ്രാമപ്രദേശമാണ് ഈ ഭാഗങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് അഗ്രോ ഇൻഡസ്ട്രീസൊക്കെ ഈ ഭാഗത്തുണ്ട്. ചെറുകുന്നുകളും നാട്ടുവഴികളും പച്ചപ്പുമാണ് ഈ ഭാഗത്തെ ഈ വഴിയുടെ നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ. ഈ ഭാഗത്ത് കാണുന്ന വീടുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ അസാധ്യമാണ്. ശരിക്കും കൊളോണിയൽ സ്റ്റൈലിൽ വരുന്ന വീടുകളാണ്. നമ്മുടെ സർവീസ് വില്ലയുടെ അടുത്തെത്തും തോറും ശരിക്കും കാട് തന്നെയായി. ഈ ആംബിയൻസ് തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും. കുറേ പൂച്ചെടികളും ഒരു പടിപ്പൊരിയും കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ റിസോർട്ടാണെന്ന്. തുടക്കം മുതൽ തന്നെ നല്ല പൂച്ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു നല്ല വഴി തന്നെയാണ് ഫ്രണ്ടിലുള്ളത്. ഈ ഭംഗിയുള്ള പടിപ്പുരയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ശരിക്കും നമ്മളെ വെൽക്കം ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ച വളരെ ബ്യൂട്ടിഫുള്ളായ ഗാർഡനാണ്. അത് തന്നെയാണ് ഇവിടുത്തെ പോസിറ്റീവ് വൈബ്. വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങൾ മുതൽ ചെറിയ ചെറിയ പൂച്ചെടികൾ വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബ്യൂട്ടിഫുൾ ഗാർഡൻ പിന്നിട്ടിട്ട് അതിവിശാലമായ പാർക്കിംഗ് ഏരിയ. എത്ര വണ്ടികൾ വന്നാലും ബസ്സുകൾ വന്നാലും നിർത്താൻ പ്രാപ്തമായ പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ മാത്രമല്ല, ഒരു പ്ലേ ഗ്രൗണ്ട് കൂടെയാണ്. വണ്ടികൾക്കൊന്നും ഡാമേജ് വരാത്ത രീതിയിലുള്ള ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ഇവിടെ കളിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. കൊച്ചു തറവാട് മോഡലുള്ള ഈ ഒരു സർവീസ് ഏരിയയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ഏരിയ മൊത്തം ശരിക്ക് ഒരു കാടിൻ്റെ ഫീലാണ് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സർവീസ് വില്ലയ്ക്ക് കാട് എന്ന് തന്നെ പേര് കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർട്ടിയുടെ ചുറ്റും ഇതുപോലെ വെള്ളം ഒഴുകുന്ന ഏരിയകളുണ്ട്. അവിടെ അത്യാവശ്യം നമുക്ക് ഇറങ്ങാനും ഇറങ്ങി കളിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രോപ്പർട്ടിയിലൂടെ ചുമ്മാ അങ്ങ് നടക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. നല്ല വലിയ മരങ്ങളും അത്യാവശ്യം നല്ല കാറ്റും ഒരു ചെറു തണുപ്പൊക്കെയുള്ളൊരു ഏരിയ ആണ്. ആ നാച്ചുറൽ ശൈലി അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് നടക്കുന്ന ഏരിയയും ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള മെയിൻ അട്രാക്ഷൻ ഈ വലിയ പൂളാണ്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല ക്ലീൻ വാട്ടർ, നല്ല ആംബിയൻസ്. കാടിൻ്റെ നടുക്ക് പ്രൈവസിയിൽ ഇതുപോലൊരു പൂളുണ്ടെങ്കിൽ നല്ല രസമാണല്ലേ. ശരിക്കും ഒരു വലിയ അട്രാക്റ്റിംഗ് ഫാക്ടർ തന്നെയാണ് ഈ പൂളിൻ്റെ അടുത്ത് തന്നെ റെയിൻ ഡാൻസിന് പറ്റിയൊരു കോർണർ കൂടിയുണ്ട്. പിന്നെ ഇവിടെ ഒരു എയർമാടം സെറ്റപ്പും കൂടിയുണ്ട്. അതൊരു വാട്ടർ ടാങ്കാണ്. വാട്ടർ ടാങ്കിൻ്റെ മുകളിലായിട്ട് ഒരു എയർമാടം സെറ്റപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. തീരെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ പ്രൈവസിയോടുകൂടെ കാടിൻ്റെ നടുക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരു സർവീസ് റിസോർട്ട്. ഈ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് മൊത്തമായിട്ട് ആ ലിസ്റ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നടുക്ക് കാണുന്ന ഈ ഒരു ഇല്ലം മോഡലുള്ള ഒരു കൊച്ചു വീട്, അത് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. അവിടെയാണ് താമസ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ പോയ ദിവസം ലയൺസ് ക്ലബിൻ്റെയോ മറ്റേ ഗസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഭാഗമൊന്നും കവർ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്തതായി നമ്മൾ പോകുന്ന ഇവിടെയുള്ള മറ്റൊരു അട്രാക്ഷനിലേക്കാണ്. ഐസൊലേറ്റായ ഒരു ഐലൻഡാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പാലം കിടന്ന് നമ്മൾ അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു നല്ല പാർട്ടിയൊക്കെ നടത്താൻ പാകത്തൊക്കെ ഉള്ള ഒരു അടിപൊളി ഐലൻഡാണ്. അവിടെ ഒരു ചെറിയ ഹട്ടും ഉണ്ട്. അത്യാവശ്യം വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ചുറ്റുമുള്ള വാട്ടർ സ്കേപ്പിൽ മുഴുവനും വളർത്തുന്ന മീനുകളാണ്. ഈ ചെറിയ ഹട്ടിൻ്റെ മുകളിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉള്ള വള്ളികളൊക്കെയാണ്. കാണാൻ നല്ല ആംബിയൻസാണ്. എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ട് തോന്നി. അത്രയും നല്ല ആംബിയൻസ്, എക്കോ ഫ്രണ്ട്ലി, പൊല്യൂഷൻ ഇല്ല. ഇതുപോലുള്ള ഫീലുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്.
ഇവിടെ ഈ ഫ്ലൈറ്റ് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ അളിയൻ വേറൊരു സ്ഥലം കൂടി പറഞ്ഞു തന്നു. അതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ പോയിൻ്റ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ തൽക്കാലം ഈ വളരെ മനോഹരമായ ഈ കാടിൽ നിന്നും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ തേടി പോവുകയാണ്. പെരുമ്പാവൂരിൽ നിന്നും 10-15 കിലോമീറ്റർ ഉള്ളൂ ഈ ഡെസ്റ്റിനേഷനിലേക്ക്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏതാണ്ട് ഈവനിങ് ആയി. എയർപോർട്ടിനടുത്തുള്ള ഈവനിങ് ദൃശ്യമാണ് ഈ കാണുന്നത്. നല്ല ക്ലിയർ സ്കൈ, നല്ല ഗോൾഡൻ റേസ്. പിന്നെ എയർപോർട്ടിൻ്റെ ലൊക്കേഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, വളരെ റിച്ച് ആയിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. പ്രവാസികൾക്ക് പ്രത്യേകിച്ചും ഈ റോഡിലൂടെ പോകുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീലായിരിക്കും ഉണ്ടാവുക. അറൈവലിൻ്റെയും ഡിപ്പാർച്ചറിൻ്റെയും ഇടയ്ക്കുള്ള മനോഹരമായ സമയത്തിൻ്റെ തുടക്കം ഈ റോഡിലൂടെയാണെന്ന് വേണം പറയാനായിട്ട്. ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ നിന്നും താഴേക്കുള്ള അപ്രോച്ച് റോഡ് പിടിച്ചിട്ട് അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ ശരിക്കും നമ്മുടെ റൺവേ ഒക്കെ എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും. ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണതും ലാൻഡ് ചെയ്യണതും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്നാണ് കേട്ടറിഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രക്രിയ കണ്ട് നേരിട്ടറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഏരിയ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ സീനിയർ സിറ്റിസൺസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് ഈ റോഡ് ആർമി ഓഫീസേഴ്സും അതേപോലെ എയർപോർട്ട് ഓഫീഷ്യൽസും എക്സസൈസ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾ എയർപോർട്ടിനകത്ത് പോകാതെ ടിക്കറ്റ് എടുക്കാതെ തന്നെ ഇവിടെയുള്ള ലാൻഡിങ്ങും ടേക്ക് ഓഫൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് മറ്റൊരു പ്രത്യേകത കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 3 മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒരുമിക്കുന്ന സ്ഥലമാണ്. അതായത് റെയിൽവേ, റോഡ്, എയർവേസ്, അങ്ങനെ 3 മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ഒരുമിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തോന്നിയത്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിമനോഹരമായ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ഈ ടേക്ക് ഓഫ് കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ സ്വപ്നവും ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയൊക്കെയാണ് ഈ ടേക്ക് ഓഫിലൂടെ സാധ്യമാകുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ടാവണം ഇത് ശരിക്കൊരു കൗതുകമായ കാഴ്ചയാണ്. ഫ്ലൈറ്റിനെ ഫോളോ ചെയ്തുകൊണ്ട് കുറേ ദേശാടനിക്കിളികൾ പറന്നു പോവുകയാണ്. ഇവിടെ ഫ്ലൈറ്റിനേക്കാളും കൂടുതൽ ഞങ്ങൾ കണ്ടത് ട്രെയിനാണ് കേട്ടോ. 2-3 ട്രെയിനുകളാണ് ഞങ്ങളിവിടെ വന്ന് നിന്നപ്പോൾ പാസ് ചെയ്തു പോയത്. പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒരു മാർഗം കൂടിയുണ്ട്. ഫ്ലൈറ്റ് റേഡാർ എന്നുള്ള ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് നമ്മുടെ വിമാനത്താവളത്തിൻ്റെ അടുത്ത് എത്താറായോ എന്നുള്ള ഡീറ്റെയിലൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഇരുട്ടിയപ്പോൾ വീഡിയോക്കുള്ള സ്കോപ്പൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തതായി നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട്ടുകാരുടെ അഭിമാനമായ പാരഗൺ ബിരിയാണി കഴിക്കാനാണ്. പാരഗൺ ശരിക്കും നമ്മുടെ അങ്കമാലിയിലും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അഡ്ലക്സ് ഓഡിറ്റോറിയം അതേപോലെ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ഉള്ള ഭാഗത്തിൻ്റെ അടുത്താണ് പാരഗൺ ബിരിയാണി ഉള്ളത്. വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. പാരഗണിൽ വന്നാൽ തിരിച്ചും മറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത്. ആദ്യം നമുക്ക് ചിക്കൻ സൂപ്പിൽ തുടങ്ങാം. അങ്ങനെ തുടങ്ങിയിട്ട് ബിരിയാണി കൂടി എത്തി. ബിരിയാണി ഉഗ്രൻ ടേസ്റ്റാണ്. ഞങ്ങൾ മുമ്പ് കോഴിക്കോട് പോകുമ്പോൾ കഴിക്കാറുള്ളതാണ്. അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വേറെ എവിടെയും നമുക്ക് ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു കട്ടൻ ചായയും കുടിച്ച് ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇന്ന് തീർത്തും പ്ലാൻഡ് അല്ലാത്തൊരു യാത്രയായിട്ട് കൂടെ വളരെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി, ഒരുപാട് വീഡിയോസ് പകർത്താൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സഹായിക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.